അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കുക കേട്ടോ. ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ട്. അപ്പം ഇതിനകത്തോട്ടൊക്കെ കിടക്കണം നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു കേട്ടോ എല്ലാം. അപ്പം ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി പയ്യെ പ്രണവാണെങ്കിലും എല്ലാവരും പ്രണവിന് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം അവനെ വീട്ടോട്ട് പോകുന്നുണ്ടേ. പിന്നെ ഈ പറഞ്ഞ എനിക്കും മഹതിക്കൊക്കെ ഉള്ളു ചെറിയ സങ്കടം. ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് അവൾക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് പോവാം. അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ അകം കേട്ടോ. ഫുള്ളും നല്ല രസം കേട്ടോ. ഫുള്ളും അകമൊക്കെ അന്നേരം ഞാൻ എടുത്ത വീഡിയോ ചെയ്ത്. അകത്താണ് എല്ലാ സെറ്റിങ്സ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എയർപോർട്ടിൻ്റെ അകം എല്ലാം അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വഴക്കായതുകൊണ്ട് ഞാൻ അന്നേരം എടുത്തില്ല. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അവൾ കളിയാണ് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവളെ കളി കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം കാണാം നല്ല രസം കേട്ടോ. അതിൻ്റെ അകത്തെ എല്ലാം സെറ്റിങ്സും കാര്യമെല്ലാം സൂപ്പർ കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ തടിയും കൊണ്ടാണുള്ളതെന്ന് തോന്നുന്നു. എല്ലാം നല്ല രസം കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വയ്യ ഇറങ്ങുമ്പോൾ കണ്ടു ഇത് ഭിത്തിയിലേക്ക് ഇതൊക്കെ ശരിക്കും പെയിൻറ്റിങ്ങാണ് കേട്ടോ. ഫുള്ളും എന്തായാലും അടിപൊളിയാണ് കേട്ടോ. എല്ലാം രസമാണ്. ഇത് കണ്ടു ഇതൊക്കെ അവർ ശരിക്കും ഒന്ന് ഉണ്ടാക്കി വെച്ചൊക്കെ തോന്നുന്നു. പിന്നെ ഇതും ഈ കുതിരയുടെ ഇതും ഇത് കടയുടെ ഫ്രണ്ടിൽ അവരിങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്നത്. എന്തായാലും നല്ല ഭംഗി കേട്ടോ കാണാൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ്സും എല്ലാം, പിന്നെ ഇതൊക്കെ തന്നെ ഫുള്ള് എയർപോർട്ടിലകത്തെ കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞങ്ങളവിടെ സമയമായി കേട്ടോ ഏകദേശം. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി എല്ലാവരും സീറ്റിലൊക്കെ പോയിരുന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഏകദേശം ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാം. അപ്പോൾ അവരും പ്രണവ് ഭയങ്കര സന്തോഷം കേട്ടോ. അവന് എനിക്ക് 2 മാസം എൻ്റെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞ് അവൻ നാട്ടിൽ പോകും. അവന് സ്കൂളൊക്കെ തുറന്നുകൊണ്ട് അവൻ നാട്ടിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് അവൻ ഹാപ്പി കേട്ടോ. അവൻ്റെ അച്ഛനെയും കാണാം അമ്മയും കാണാം. ഓർത്ത് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കും അവന്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളങ്ങനെ അപ്പം വേറൊരു ഫ്ലൈറ്റ് വന്ന് അവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അവരും ആ ഫ്ലൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്തത്. പിന്നെ പകുതി എടുത്തില്ല കേട്ടോ വീഡിയോസ് ഞാൻ ഇതിനകത്തേ. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ചെറുതായിട്ട്. എനിക്ക് വന്ന് അതിനകത്ത് കുഞ്ഞ് അവൾ ഇടയ്ക്കൊക്കെ കിടന്ന് വഴക്കുണ്ടാക്കുമ്പം ഒത്തിരി എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൊച്ചി എയർപോർട്ട് എത്താറായി. അന്നേരം ഞാൻ എടുത്ത വീഡിയോ കേട്ടോ. ഏറ്റവും ഇങ്ങനെ താഴ്ന്നു അതനുസരിച്ച് എടുത്ത വീഡിയോ കേട്ടോ. നല്ല രസം കേട്ടോ അപ്പം കാണാനേ. ഫുള്ളും നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ എത്തി കേട്ടോ. അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അപ്പോൾ പോകണം. അപ്പം അവിടെ ഇറങ്ങിയ സമയത്ത് മഴയുള്ളതുകൊണ്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പുറത്തെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങൾ അവനാണെങ്കിൽ ഇടയ്ക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ അവന് പോയി. പിന്നെ ഞങ്ങൾ വയ്യെ എല്ലാവരും ഫ്രണ്ടിലോട്ടൊക്കെ പോയപ്പോൾ ഞങ്ങൾ പിന്നെ പയ്യെ ഞാനും പ്രണവും മഹതിയും കൂടെ പയ്യെ വരും കേട്ടോ. മേതക്കുട്ടി പിന്നെ ചേട്ടൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുക. അപ്പുറത്തെ സൈഡാണ് നിന്ന് പെട്ടിയൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ പോയി പെട്ടി എല്ലാം എടുത്ത് ഞങ്ങൾ പയ്യെ പോവുക. പ്രണവാണെങ്കിൽ അവൻ പറയും അവൻ്റെ സാധനം അവൻ തന്നെ എടുത്തുള്ളത് പറഞ്ഞുകൊണ്ട് അവന് മുന്തിക്കോട് കിടക്കുക കേട്ടോ. പുള്ളി ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുക. കാരണം ഒത്തിരി നാളായില്ലേ നാട്ടിലോട്ട് വന്നിട്ടേ. സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പം ആ കാണുന്ന ക്യാമറ പിടിച്ച ഇരിക്കുന്ന ആളാണ് എൻ്റെ ചേച്ചി, എൻ്റെ സ്വന്തം കൂടിപ്പുറപ്പ് പ്രണവിൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അവനതാ ഭയങ്കര സന്തോഷം. അവൻ്റെ അച്ഛനും അമ്മയും കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ അവിടുന്ന് പയ്യെ ഇറങ്ങി കേട്ടോ. അങ്ങനെ കുറേ നാൾ ശേഷം ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടു കേട്ടോ. അതിന് സന്തോഷമുണ്ട്. അപ്പോൾ അവർക്കും പ്രണവിനെയും മഹതിയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവരെയൊക്കെ യാത്രയാക്കി ഞങ്ങളും പയ്യെ ഇറങ്ങി കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം
ആ വീട്ടിൽ നിന്ന് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനേ. അപ്പം ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. എറണാകുളം എനിക്ക് തോന്നുന്നത് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴ കാരണം ഒരു രക്ഷയില്ലെന്ന്, അതുപോലെ മഴയും കാര്യങ്ങളൊക്കെ അത്രയ്ക്കും മഴയായിരുന്നു കേട്ടോ എറണാകുളം ഫുള്ളും. അപ്പോൾ ഇവരുടെ വീട് കാക്കനാടൊക്കെ അടുത്താണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഏകദേശം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അവരുടെ വീട്ടിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് പത്തനംതിട്ടയ്ക്ക് പോകാൻ. അപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിലെത്തി. അന്നേരം കണ്ടില്ലേ ഒരാൾ വന്നേ, അവിടുത്തെ കുഞ്ഞിൻ്റെ പെറ്റാണ് കേട്ടോ. ഇത് സ്വീറ്റി എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. ഭയങ്കരമായിട്ട് സംസാരിക്കും കേട്ടോ, നല്ലതായിട്ട് സംസാരിക്കുകയും ചെയ്യും, അതുപോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്. പിന്നെ അവിടുന്ന് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പത്തനംതിട്ടയ്ക്ക്